തുടർന്ന് 40 നിമിഷങ്ങൾ ദൈവ വചനത്തിൽ നിന്നും ഒരു ദൂത് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി നമുക്ക് വായിക്കാം കൊലോസ്യ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 11-12 വാക്യങ്ങൾ. ശബ്ദം ഉയർത്തി വായിച്ചാൽ കൊലോസ്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 11-12 വാക്യങ്ങൾ. അതിൽ യവനനും യഹൂദനും എന്നില്ല, പരിച്ഛേദനയും അഗ്രചർമ്മവും എന്നില്ല, ബർബരൻ, ശകൻ, ദാസൻ, സ്വതന്ത്രൻ എന്നുമില്ല, ക്രിസ്തു അത്രേ എല്ലാവരിലും എല്ലാമാകുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ വ്രതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കുകയും ഒരുവനോട് ഒരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യും. മതി. നമ്മുടെ കണ്ണുകളെ ഒരു നിമിഷം നമുക്ക് അടയ്ക്കാം. ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാമാണ്. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവേ, ഈ പകൽവേളയിൽ ഞങ്ങൾ ദൈവ വചനം ചിന്തിക്കുമ്പോൾ അതിനാധാരമായി ഞങ്ങളുടെ ആത്മാവ് ഞങ്ങൾക്ക് നൽകി തന്നിരിക്കുന്ന ഈ വചനത്തെ ഓർത്ത് ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നു. വിരാഴത്തിലേക്ക് പരിശുദ്ധാത്മാവ് ഞങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുമാറാകണമേ. ദൈവവചന ശുശ്രൂഷ നടക്കുമ്പോൾ ഏകാഗ്രത നഷ്ടപ്പെടുത്തുന്ന ഹൃദയാന്ത ഭാഗത്തേക്ക് ദൈവവചനം കിടക്കാതെ ഹൃദയ ദൃഷ്ടികളെ കുരുടാക്കി വെച്ചിരിക്കുന്ന സകല ദുഷ്ടശക്തിയുടെ വ്യാപാരങ്ങളുടെ വിധി നസ്രേനായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ജയം നേടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആത്മാവ് ഹൃദ്യമായി ഞങ്ങൾ ഇടപെടാൻ പോകുന്നവർക്ക് സ്തോത്രം. ഈ വചനത്തിന്റെ ആഴത്തിലേക്ക് പരിശുദ്ധ ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയാൽ പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. മഹത്വം അങ്ങേക്ക് യേശു ക്രിസ്തുവിന്റെ വലിയൊരു നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കുമാറാകണമേ. ആമേൻ. കഴിഞ്ഞ ചില ആഴ്ചകളായിട്ട് നാം നിരന്തരം ചിന്തിച്ചു വരുന്ന വേദഭാഗം എന്ന് പറയുന്നത് കൊലോസ്യ ലേഖനമാണ്. കൊലോസ്യ ലേഖനത്തെ അടിസ്ഥാനമാക്കി നിരവധി സന്ദേശങ്ങൾ ദൈവം നമുക്ക് നൽകി തന്നത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നു. കൊലോസ്യ ലേഖനത്തിന്റെ അടിസ്ഥാനത്തിൽ പഴയ മനുഷ്യന്റെ സ്വഭാവം എന്താണ്, പുതിയ മനുഷ്യന്റെ സ്വഭാവം എന്താണെന്ന് നാം ചിന്തിക്കാൻ ഇടയായി തീർന്നു. കൊലോസ്യ ലേഖനത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവസഭയ്ക്ക് വേണ്ടി, സുവിശേഷ വേലയ്ക്ക് വേണ്ടി കഷ്ടങ്ങൾ അനുഭവിക്കുന്നത് ഏത് വിധമായിരിക്കണമെന്നും നമ്മൾക്ക് പഠിപ്പാൻ ഇടയായി തീർന്നു. കൊലോസ്യ ലേഖനത്തിൽ ദൈവസഭയെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി എന്തെന്നും നമ്മൾക്ക് ചിന്തിപ്പാൻ ഇടയായി തീർന്നു. ഇങ്ങനെ നിരവധി വിഷയങ്ങൾ നമ്മൾക്ക് കേൾക്കുവാൻ, പഠിക്കുവാൻ കഴിഞ്ഞ നാളുകൾ ദൈവം നമ്മെ സഹായിച്ചതോർത്ത് ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുക. ഇന്ന് പകൽവേളയിലും ഇതേ അധ്യായത്തിൽ നിന്ന് തന്നെയുള്ള വേദഭാഗമാണ് ഇവിടെ വായിച്ചത്. ഇവിടെ നാം വായിച്ചു കേട്ടത്, അതിൽ യവനനും യഹൂദനും എന്നില്ല, പരിച്ഛേദനയും അഗ്രചർമ്മവും എന്നില്ല, ബർബരൻ, ശകൻ, ദാസൻ, സ്വതന്ത്രൻ എന്നുമില്ല, ക്രിസ്തു അത്രേ എല്ലാവരിലും എല്ലാം ആകുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ വ്രതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കുകയും ഒരുവനോട് ഒരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുകയും. ദൈവ സഭയ്ക്കകത്തുള്ള വ്യക്തികൾ തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരിക്കണമെന്ന് വളരെ വ്യക്തമായി രചിച്ചിരിക്കുന്ന വേദഭാഗമാണ് ഈ വേദഭാഗം എന്ന് പറയുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിൽ ദൈവസഭയിൽ എങ്ങനെ ആയിരിക്കണം വ്യക്തികൾ, അതിനകത്ത് ഒരുവൻ ഉയർന്നവനെന്നോ ഒരുവൻ താഴ്ന്നവനെന്നുള്ള വ്യത്യാസമില്ല. അതിനകത്ത് നിറവ്യത്യാസമില്ല. അതിനകത്ത് യജമാനനോ അല്ലെങ്കിൽ ദാസനോ എന്നുള്ള വ്യത്യാസമില്ല. ദൈവസഭയിൽ എല്ലാവരും ഒരുപോലെ തന്നെ ആയിരിക്കണമെന്നാണ് ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഈ വാക്യം വീക്ഷിക്കുന്ന ആ അർത്ഥം അതേ തലത്തിൽ തന്നെ എടുക്കുവാൻ നമുക്ക് കഴിയണം. എന്നാൽ ഈ ആധുനിക കാലഘട്ടത്തിൽ പണമുള്ളവർ, പണമില്ലാത്തവർ, പഠിപ്പുള്ളവർ, പഠിപ്പില്ലാത്തവർ, ധനമുള്ളവൻ, ധനമില്ലാത്തവൻ എന്ന് വേണ്ട, കുടുംബ പശ്ചാത്തലമുള്ളവൻ, കുടുംബ പശ്ചാത്തലമില്ലാത്തവൻ എന്ന് വേണ്ട നിരവധി കാര്യങ്ങൾ അണിനിരത്തിക്കൊണ്ട് ആളുകളെ വ്യത്യസ്തരായി കാണുമ്പോൾ അത് ദൈവസഭയ്ക്കകത്തുള്ള പ്രമാണമല്ല. എല്ലാവരെയും ഒരേപോലെ കാണുവാനാണ് ദൈവ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. മറന്നുപോകരുത്.
Praise the Lord. Hallelujah. ധനമുള്ളവരെ മാത്രം സ്നേഹിക്കുകയല്ല, അല്ലെങ്കിൽ ധനമില്ലാത്തവരെ മാത്രം സ്നേഹിക്കുകയല്ല. Praise the Lord. എല്ലാവരെയും ഒരേപോലെ കാണുവാനുള്ള ഒരു കാഴ്ചപ്പാട് ഒരു ആത്മീയന് ഉണ്ടായിരിക്കണം, ദൈവസഭയിലെ വ്യക്തിത്വത്തിന് ഉണ്ടായിരിക്കണം എന്നാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. Praise the Lord. അതുകൊണ്ടാണ് അവിടെ പറഞ്ഞേക്കുന്നത് യവനനും യഹൂദനും എന്നില്ല. അതൊന്ന് ഓർത്ത് നോക്കി, യവനനും യഹൂദനും ഒന്നും ഇല്ല എന്നുള്ള ഒരു പദപ്രയോഗം ആ കാലഘട്ടത്തിൽ പറയണമെങ്കിൽ അതിന്റെ ഗൗരവം എത്രത്തോളം വലുതാണെന്നറിയാം. ആരാണ് യഹൂദൻ? നമുക്കറിയാം, സകല ജാതികൾക്കും മീതെ ഉന്നത സ്ഥാനം പുലർത്തുന്നു എന്ന് പറയുന്ന വലിയൊരു സമൂഹമാണ്. Praise the Lord. എന്നാൽ അവിടെ പറയുന്നു അത്രത്തോളം ഉന്നത പശ്ചാത്തലവുമായി കടന്നു വരുന്ന ഒരു വ്യക്തി ദൈവസഭയ്ക്ക് ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ അവൻ യഹൂദനോ എന്നോ യവനോ എന്നോ വ്യത്യാസമില്ലെന്ന് പറയുമ്പോൾ അതിന്റെ വ്യാപ്തി, അതിന്റെ ശക്തി, അതിന്റെ അർത്ഥം എത്രത്തോളം വലുതാണെന്ന് നമ്മൾ തിരിച്ചറിയണം. അങ്ങനെ പറയാൻ പറ്റുമെങ്കിൽ ഈ കാലഘട്ടത്തിൽ നമുക്ക് പറയാൻ ഒരു മടിയും ആവശ്യമില്ല. ആ കാലഘട്ടത്തിലെ പശ്ചാത്തലത്തിൽ വെച്ച് യഹൂദൻ തന്റെ ഉന്നത അവസ്ഥകളെ നിലകൊള്ളുന്നുവെന്ന് അഭിമാനിക്കുമ്പോൾ അവൻ ദൈവസഭയ്ക്കകത്ത് വന്നു കഴിഞ്ഞാൽ ആ യഹൂദനെന്നോ യവനനെന്നോ വ്യത്യാസമില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഗൗരവം മനസ്സിലാകുമെന്ന് ഞാൻ കരുതുന്നു. ദൈവസഭയ്ക്കകത്ത് അങ്ങനെ ആയിരിക്കണം. ദൈവസഭയ്ക്കകത്ത് അങ്ങനെയുള്ള കാഴ്ചപ്പാടായിരിക്കണം. ദൈവസഭയ്ക്കകത്ത് വ്യക്തികളുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കേണ്ടത് അങ്ങനെ ആയിരിക്കണം. അത് തുടർന്ന് പറഞ്ഞ, അതുകൊണ്ട് ദൈവത്തിന്റെ കൃതന്മാരും വിശുദ്ധന്മാരുമായ പ്രിയരുമായി മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ താഴ്മ. ഞാൻ ഈ അധ്യായത്തിലെ കൊലോസ്യത്തിൽ ഈ താഴ്മ എന്നുള്ള വിഷയത്തെ അടിസ്ഥാനമാക്കിയ ചില സന്ദേശം പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ഇത് പെട്ടെന്ന് മുൻപോട്ട് കൊണ്ട് കൊലോസ്യ ലേഖനത്തിലെ പല ചിന്തകളും മുൻപോട്ട് കൊണ്ടുപോയി കൺക്ലൂഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കും. പക്ഷെ ഓരോ തവണയും ദൈവവചനം ധ്യാനിക്കുമ്പോൾ അതിനകത്ത് ദൈവം തരുന്ന ദൂതുകൾ പങ്കുവെച്ചുകൊണ്ട് ഞാൻ ഇരിക്കുകയാണ്. അത് താഴ്മ. നമുക്ക് വളരെ ലളിതമായി തോന്നാവുന്ന ഒരു പദമാണ് താഴ്മ. നമ്മൾ എപ്പോഴും എടുത്തു കഴിഞ്ഞാൽ ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിലേക്ക് പോകും, അതിന്റെ വാക്യങ്ങൾ വായിക്കും. താഴ്മയെ കുറിച്ച് അനേക സന്ദേശങ്ങൾ നമ്മൾ പങ്കുവെക്കാറുള്ളതാണ്. എന്നാൽ താഴ്മ എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല, നമ്മൾ മറന്നു പോകരുത്, അതൊരു വലിയ കാര്യം തന്നെയാണ്. വായിക്കാം സങ്കീർത്തനം 138:6. ഇന്നത്തെ നമ്മൾ ധ്യാനത്തിന് വേണ്ടി വായിച്ച സങ്കീർത്തനമാണത് 138-ാം സങ്കീർത്തനം. അത് 138-ാം സങ്കീർത്തനം അതിന്റെ 6-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുവാൻ കഴിയുന്നു, യഹോവ ഉന്നതനെങ്കിലും താഴ്മയുള്ളവനെ കടാക്ഷിക്കുന്നു, ഗർവിയോ അവൻ ദൂരത്ത് നിന്ന് അറിയുന്നു. യഹോവ ഉന്നതനെങ്കിലും താഴ്മയുള്ളവനെ കടാക്ഷിക്കുന്നു. കുറെ വാക്യങ്ങൾ വായിക്കാൻ ഒത്തിരി പ്രസംഗത്തെക്കാൾ ഉപരിയായിട്ട് ഈ വാക്യങ്ങൾ നമ്മുടെ ഉള്ളിൽ നിന്ന് കിടക്കണം. പ്രൈസ് ദി ലോർഡ്. ഈ വാക്യത്തിനകത്ത് ഒത്തിരി അർത്ഥമുണ്ട്. അതെ, എന്താ അവിടെ പറഞ്ഞേക്കുന്നത്? യഹോവ ആരാണ്? ഉന്നതനാണ്, എന്നാൽ താഴ്മയുള്ളവനെ കടാക്ഷിക്കും. ദൈവത്തിന്റെ കടാക്ഷം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമോ? നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഏറ്റവും വലിയ സ്വഭാവ വിശേഷത എന്ന് പറയുന്നത് എന്താണ്? താഴ്മ. എന്നാൽ താഴ്മയില്ലാത്തവനെയോ അവിടെ കാണുന്ന ഗർവിയോ അവൻ ദൂരത്തു നിന്ന് അറിയും നമ്മൾ ആരാണെന്ന്, നമ്മുടെ സ്വഭാവം എന്താണെന്ന്. നമ്മുടെ ഇന്റേണലായിട്ടുള്ള സ്വഭാവ വൈശിഷ്ടമായ താഴ്മയാണോ അതോ ബാഹ്യ പ്രകടനമാണോ എന്നെല്ലാം എന്റെ ദൈവത്തിന് അറിയാം. എന്ന് പറഞ്ഞാൽ താഴ്മ അഭിനയിച്ചത് കൊണ്ട് കാര്യമില്ല. അതവിടെ ആ വാക്യത്തിൽ നമ്മൾ ഗർവിയെ അവൻ എന്ത് ചെയ്യുന്നു? ദൂരത്ത് നിന്ന് അറിയുന്നു. ഒരാൾ ദൂരെന്ന് വരുമ്പോഴേ തമ്പുരാൻ അറിയാം ഇവന്റെ ഉള്ളിൽ എന്താണെന്ന്, ഇവന്റെ ഉള്ളിലെ ചിന്ത എന്താണെന്ന്. ഇവന്റെ താഴ്മ അഭിനയമാണോ അല്ലയോ എന്ന് കർത്താവിനെ അറിയാം. എന്ന് പറഞ്ഞാൽ അഭിനയിച്ച താഴ്മ കൊണ്ട് ഒരു ഗുണവുമില്ല. എന്നാൽ ആന്തരികമായി നിലകൊള്ളുന്ന ഒരു താഴ്മ നമുക്കുണ്ടെങ്കിൽ അവിടെ കാണുന്നു, അവനെ ആര് കടാക്ഷിക്കും? ദൈവം കടാക്ഷിക്കും. ഈ നാളുകളിൽ നമ്മുടെ സ്വഭാവത്തിനും വലിയൊരു മാറ്റം സംഭവിച്ചേ മതിയാകും. നാം അനുഗ്രഹിക്കപ്പെടണമോ നമ്മുടെ സ്വഭാവത്തിൽ വ്യത്യാസം വരണം.
ആ സ്വഭാവത്തിന് വ്യത്യാസം എന്താണുണ്ട്? ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. എന്താണ് അവിടെ പറഞ്ഞേക്കുന്നത്? താഴ്മയുള്ളവനെ കടാക്ഷിക്കുന്നു, ഗർവിയോ അവൻ ദൂരത്ത് നിന്ന് അറിയുന്നു. എന്താ താഴ്മയ്ക്ക് എത്ര പ്രത്യേകത? വായിക്കാം. മീഖാ പ്രവചനം 6-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാൽ. മീഖാ പ്രവചനം 6-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം താഴ്മയെ കുറിച്ചുള്ള വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വാക്യമായി നമുക്ക് അതിനെ കാണുവാൻ കഴിയുന്നു. മീഖാ 6-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം. മനുഷ്യ, നല്ലത് എന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ഈ വാക്യങ്ങൾ നിങ്ങൾ മറന്നുപോകരുത്. മനുഷ്യ, നല്ലതെന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. നല്ലതെന്താണെന്ന് കർത്താവ് കാണിച്ചു തന്നിട്ടുണ്ട്. എന്താ? ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപരനായിരിക്കാനും നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനും അല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്? ഇത് എന്തിന്റെ ഉത്തരമായിട്ടാണെന്ന് അറിയാമോ ഈ പറയുന്നത്? ഈ വാക്യം ഒന്നുകൂടെ വായിച്ചിട്ട് ഞാൻ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് വരാം. ഒന്നുകൂടെ ഞാൻ വായിക്കുക, നിങ്ങൾ ശ്രദ്ധിക്കുക. മനുഷ്യ, നല്ലതെന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു നല്ലതെന്താണെന്ന് കാണിച്ചു തന്നിരിക്കുന്നു. ന്യായം പ്രവർത്തിപ്പാനും ദയാകൽപരനായിരിക്കാനും നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനും അല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്? ദൈവത്തിന് ചോദിക്കാനുള്ളതാ. എന്താ ഇതെന്താ ഉത്തരം ഇങ്ങനെ വരാൻ കാര്യം? അതിലെ 6-7 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. 6-7 വാക്യങ്ങൾ. മീഖാ 6-ാം അധ്യായം അതിൽ 6-7 വാക്യങ്ങൾ. എന്തെന്നുകൊണ്ട് ഞാൻ യഹോവയുടെ സന്നിധിയിൽ ചെന്ന് അത്യുന്നത ദൈവത്തിന്റെ മുമ്പാകെ കുമ്പിടേണ്ടു. അത്യുന്നതനായ ദൈവത്തിന് മുമ്പാകെ കുമ്പിടേണ്ടു. ഞാൻ ഹോമയാഗങ്ങളോടും 1 വയസ്സ് പ്രായമുള്ള കാളക്കിടാക്കളോടും കൂടെ അവന്റെ സന്നിധിയിൽ ചെല്ലണം. 1 വയസ്സ് പ്രായമുള്ള കാളക്കിടാവോടും കൂടെ അവന്റെ സന്നിധിയിൽ ചെല്ലണമോ? 1000 ആട്ടുകൊറ്റനിലും. ഒന്ന് ശ്രദ്ധിക്കുക. 1000 ആട്ടുകൊറ്റനിലും 10,000 തൈലനദിയിലും 10,000 തൈലനദിയിലും യഹോവ പ്രസാദിക്കുമോ? ചോദ്യമാ. എന്റെ അതിക്രമത്തിനു വേണ്ടി ഞാൻ എന്റെ ആദിജാതനെയും ഞാൻ ചെയ്ത പാപത്തിനു വേണ്ടി എന്റെ ഉദരഫലത്തെയും കൊടുക്കണമോ? ചോദ്യമാണ്. മനുഷ്യ, നല്ലത് എന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ആമേൻ. മനുഷ്യ, നല്ലതെന്തെന്ന് അവൻ നിനക്ക് കാണിച്ച് തന്നിരിക്കുന്നു. 1000 ആട്ടുകൊറ്റനിലും 10,000 തൈല നദിയിലും ഹല്ലേലൂയ ദൈവം പ്രസാദിക്കത്തില്ല. ദൈവം പ്രസാദിക്കുന്നത് താഴ്മയോടെ പ്രവർത്തിക്കുന്ന ഒരുവന്റെ ജീവിതത്തിലാണ്. നിസ്സാരമല്ല താഴ്മ. ദൈവ മക്കളുടെ ഉള്ളിൽ ഉണ്ടാകേണ്ട ഏറ്റവും വൈശിഷ്ട്യ ഗുണമാണ് താഴ്മ എന്ന് പറയുന്നത്. ഇതിനർത്ഥം ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു തരാം. ഹല്ലേലൂയ. ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നു, ഒത്തിരി രൂപ ചെലവാക്കുന്നു, ഒത്തിരി കഷ്ടപ്പെടുന്നു, ഒത്തിരി കാര്യങ്ങൾ ചെയ്തെടുക്കുന്നു, ദൈവസഭയ്ക്ക് വേണ്ടി ഓടുന്നു, അധ്വാനിക്കുന്നു. എന്തെല്ലാം ചെയ്താലും നിങ്ങളുടെ പോണ്ടല്ലോ, അതെല്ലാം ഗുണകരമായി തീരണമെങ്കിൽ, ദൈവം പ്രസാദിക്കണമെങ്കിൽ എന്തുണ്ടായിരിക്കണം? ഓരോ മനസ്സിലായോ? നമ്മൾ ഓടിയതും അധ്വാനിച്ചതും കഷ്ടപ്പെട്ടതും കാശ് ചെലവാക്കിയതും കൊടുത്തതും വാങ്ങിയതും എല്ലാം വെറുതെ ആയി പോകരുത്. നമ്മുടെ സ്വഭാവം മാറട്ടെ, നമ്മുടെ ഉള്ളിലെ സ്വഭാവത്തിൽ വ്യത്യാസം വരട്ടെ. നമ്മുടെ ഉള്ളിൽ ഈ സ്വഭാവ വൈശിഷ്ട്യം നിറയട്ടെ. താഴ്മ
Praise the Lord. ലോകം വീക്ഷിക്കുന്നത് പോലെയല്ല ദൈവസഭയെ കുറിച്ചുള്ള ദൈവത്തിന്റെ താല്പര്യം. Praise the Lord. ലോകം കാണുന്നതിൽ നിന്നും വ്യത്യസ്തമായ രീതിയിലാണ് ദൈവത്തിന്റെ ആത്മാവ് സഭയെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരു ക്രിസ്തീയ ജീവിതത്തിലെ അല്ലെങ്കിൽ ദൈവമക്കളുടെ ഇടയിലുള്ള ഏറ്റവും ഉന്നത സ്ഥാനം ഏതാണ്? ഏറ്റവും ഉന്നത സ്ഥാനം, താനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചു വരുന്നത്. ഏറ്റവും ഉന്നത സ്ഥാനം ഏതാണ്? പാസ്റ്റർ ആണോ? പ്രസിഡന്റ് ആണോ? സെക്രട്ടറി ആണോ? കൗൺസിൽ മെമ്പർ ആണോ? അതോ വിവിധ ടീം ലീഡേഴ്സ് ആണോ? അല്ലെ വിവിധ ചുമതലകൾ വഹിക്കുന്നവരാണോ? എന്താ പുതിയ നിയമസഭയിലെ ഏറ്റവും ഉന്നതമായ പദവി ഏതാ? ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം അതിൽ 1-ാമത്തെ വാക്യം ഒന്ന് എടുത്താട്ടെ. വാക്യം മുഴുവൻ വായിക്കണ്ട. ക്രിസ്തുയേശുവിന്റെ ദാസന്മാരായ മതി. ആരാ ദാസൻ? ആമേൻ. 2 പത്രോസ് 1-ാം അധ്യായം 1-ാമത്തെ വാക്യം. 2 പത്രോസ് 1-ാം അധ്യായം. യേശുക്രിസ്തുവിന്റെ ദാസൻ. യേശുക്രിസ്തുവിന്റെ ദാസൻ. ഇംഗ്ലീഷിൽ എന്താ പറഞ്ഞേക്കുന്നത്? Servant. Praise the Lord. Servant. റോമലേഖനം 1-ാം അധ്യായം അതിലെ 1-2 വാക്യങ്ങൾ വായിച്ചാട്ടെ. റോമലേഖനം 1-ാം അധ്യായം അതിലെ 1-2 വാക്യങ്ങൾ. ദൈവം തന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ രേഖകളിൽ തന്റെ പ്രവാചകന്മാർ മുഖാന്തരം മുമ്പുകൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷത്തിനായി വേർതിരിച്ച് വിളിക്കപ്പെട്ട അപ്പോസ്തലനും യേശുക്രിസ്തുവിന്റെ ദാസനുമായി യേശുക്രിസ്തുവിന്റെ ആരായി പറയുന്നത്? അപ്പോസ്തലനായ പൗലോസ് പറയുക. ആരാ അപ്പോസ്തലനായ പൗലോസ്? ദൈവത്തിന്റെ കരങ്ങളിലെടുത്ത് ഏറ്റവും ശക്തമായി ഉപയോഗിക്കപ്പെട്ട വ്യക്തിത്വം. ഇനി തന്റെ പാരമ്പര്യം അനുസരിച്ചോ, തന്റെ വിദ്യാഭ്യാസം അനുസരിച്ചോ, തന്റെ ധനം അനുസരിച്ചോ ഒരുവിധപ്പെട്ട ആർക്കും കിടപിടിക്കുവാൻ പറ്റാത്ത രീതിയിൽ ഏറ്റവും ഉന്നതിയിൽ നിലകൊള്ളേണ്ട വ്യക്തിത്വമായി പൗലോസ് നിലകൊള്ളുമ്പോൾ അതെല്ലാം ചപ്പും ചവറുമെന്നെണ്ണി പൗലോസ് ഒരു ടൈറ്റിൽ സ്വീകരിച്ചു, ഒരു സ്ഥാനം സ്വീകരിച്ചു, ഒരു ഉന്നത പദവി സ്വീകരിച്ചു. ആ ഉന്നത പദവി ഏതാ? ദാസൻ. നിങ്ങൾക്ക് മനസ്സിലാകുന്ന കാര്യമില്ല. നമ്മുടെ ഈ ആറ്റിറ്റ്യൂഡ് ഒന്ന് മാറണം, നമ്മുടെ ചിന്തയൊന്ന് മാറണം, നമ്മുടെ കണക്കുകളൊന്ന് മാറണം. പുതിയ നിയമസഭയെ കുറിച്ച് എന്താ ദൈവം ആഗ്രഹിക്കുന്ന ദൈവവചനം പഠിപ്പിക്കുന്നത്? ദാസൻ ഏതൊരിടത്തും അഭിമാനത്തോടെ തന്നെ കുറിച്ച് പറയുമ്പോ അപ്പോസ്തലനായ പൗലോസ് ആദ്യം തന്നെ വിളിച്ചു പറയുന്നു, ഞാൻ ആരാ? ദാസൻ. ദാസൻ. നമ്മളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നതും അതാണ്. മാർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം അതിന് 33 മുതൽ 35 വരെയുള്ള വാക്യങ്ങളൊക്കെ വായിച്ചാട്ടെ. അവിടെ ശിഷ്യന്മാരുടെ നടുവിൽ അന്യോന്യമുള്ള ചില ചോദ്യങ്ങൾ. ആരാണ് വലിയവൻ എന്നുള്ള ചോദ്യം, അതിന് ഉത്തരം നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു. മാർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം അതിന് 33 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ. അവൻ കഫർന്നഹൂമിൽ വന്ന് വീട്ടിലിരിക്കുമ്പോൾ നിങ്ങൾ വഴിയിൽ വെച്ച് തമ്മിൽ വാദിച്ചത് എന്തെന്ന് അവരോട് ചോദിച്ചു. നിങ്ങൾ വഴിയിൽ വെച്ച് തമ്മിൽ, ഇന്ന് പല വാദങ്ങളും അതാ ഇല്ലേ? പല വാദങ്ങളും അതാ. ആരാ വലിയവൻ?
എന്ത് ചെയ്തു? വാദിച്ചു. അവരോ തങ്ങളുടെ ഇടയിൽ വലിയവൻ ആരെന്ന് വഴിയിൽ വെച്ച് വാദിച്ചത് കൊണ്ട് മിണ്ടാതിരുന്നു. ഇന്ന് പല വാദങ്ങളും ഇതാ. ആരാ വലിയവൻ? അവൻ ഇരുന്ന് 10 രൂപരെയും വിളിച്ചു. ഒരുവൻ മുമ്പനാകുവാൻ ഇച്ഛിച്ചാൽ അവൻ എല്ലാവരിലും ഒടുക്കത്തവനും എല്ലാവർക്കും ശുശ്രൂഷകനുമാകണം. നമുക്ക് വലിയവനാകാൻ മനസ്സുണ്ടോ? ഒറ്റ മാർഗമേ ഉള്ളൂ. ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. അവൻ ആരാകണം? ദാസനാകണം. പ്രത്യേകിച്ച് അവിടെ അവർ പറഞ്ഞ ഒരു പദമുണ്ട്, എല്ലാവരിലും. നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടല്ലോ. എല്ലാവരിലും ഒടുക്കത്തവനും എല്ലാവർക്കും ശുശ്രൂഷകനുമാകണം. ശുശ്രൂഷകൻ എന്നുള്ള പദം നമ്മൾ തെറ്റായി വ്യാഖ്യാനിക്കരുത്. എന്താണോ ആ പദം പറയുന്നത് അതേ അർത്ഥത്തിൽ വേണം എടുക്കുക. എന്താ ശുശ്രൂഷ എന്നുള്ള അർത്ഥം? ശുശ്രൂഷിക്കുക. കഷ്ടത വരുമ്പോൾ ശുശ്രൂഷിക്കുക, വേദനയിൽ ശുശ്രൂഷിക്കുക, ഹൃദയം തകരുമ്പോൾ അടുക്കൽ പോയി ആശ്വസിപ്പിക്കുക, ധൈര്യം പകർന്നു കൊടുക്കുക, ബലം പകർന്നു കൊടുക്കുക, രാത്രിയുടെ യാമങ്ങളിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ആമേൻ, ആമേൻ. അവർക്ക് വേണ്ടി കണ്ണുനീർ പൊഴിക്കുക ദൈവസന്നിധിയിൽ. അവർക്ക് വേണ്ടി ചെയ്യാവുന്നത് എല്ലാം 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 ചെയ്യുക. അതാ ദൈവം കണക്കിടുന്നത്. ഞാനൊരു കാര്യം നിങ്ങൾ ഇതിനോട് ചേർത്ത് ഞാൻ പറയട്ടെ. പുതിയ നിയമസഭയിൽ ഒരിടത്തും ഡയറക്ടർമാരെ ആക്കി വെച്ചിട്ടില്ല. മറന്നുപോകരുത്, തെറ്റിപ്പോകരുത്. പുതിയ നിയമസഭയിൽ ഒരിടത്തും സൂപ്പർവൈസർമാരെ ആക്കി വെച്ചിട്ടില്ല. തെറ്റിപ്പോകരുത്. ഇതൊക്കെ ലോകം പഠിപ്പിച്ചു വച്ചിരിക്കുന്ന തെറ്റായ ധാരണകളാണ്. നമുക്ക് ഭരിക്കണം, നമുക്ക് നിയന്ത്രിക്കണം, ഞാൻ എന്തോ സംതിങ് ആണ് എന്നുള്ള തോന്നൽ, ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ തന്നേക്കുന്നത് പിശാചാണ്. നിങ്ങൾ നിയന്ത്രണം ഏറ്റെടുക്കണമെന്നൊക്കെ ആരെങ്കിലും നമ്മുടെ ചെവിയിൽ വന്ന് മന്ത്രിച്ചാൽ മനസ്സിലാക്കിക്കോണം, അത് ദൈവ വചനത്തിലെ പ്രമാണമല്ല, അത് പിശാചിന്റെ പ്രമാണം. നിങ്ങൾ എന്നോട് പോണ്ടല്ലോ. ഭരിക്കാൻ നമുക്ക് വ്യവസ്ഥയില്ല. ആമേൻ. എന്നാൽ കർത്തൃത്വം എന്നുള്ള വിഷയത്തെ കുറിച്ച് നിരവധി കാര്യങ്ങളുണ്ട്. ഞാൻ അതിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. ഞാൻ പറയട്ടെ, ദൈവസഭയ്ക്കകത്ത് നമുക്ക് തന്നിരിക്കുന്ന ദൗത്യം എന്ന് പറയുന്നത് ഒന്ന്, ശുശ്രൂഷിക്കുക. ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ ദൈവസഭയുടെ ചിന്താഗതികളെ വലിച്ചിഴച്ച് വളച്ചൊടിച്ച് മറ്റൊരിടത്ത് കൊണ്ടുപോയി അധികാരം കൈയാളുവാൻ ശ്രമിക്കുമ്പോൾ മനസ്സിലാക്കുക, അത് പുതിയ നിയമസഭയുടെ പ്രമാണമല്ല. നമുക്ക് ഒന്നേ ചെയ്യാനുള്ളൂ, ശുശ്രൂഷിക്കുക. എനിക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതൊക്കെ വിളിച്ചു പറയുന്നത് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ ദൈവദാസനായ ഞാനിത് വിളിച്ചു പറഞ്ഞെങ്കിൽ ആരിത് വിളിച്ചു പറയും? നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറണം. ഭരിക്കാൻ നമുക്ക് വ്യവസ്ഥയില്ല, ശുശ്രൂഷിക്കാൻ നമുക്ക് വ്യവസ്ഥയുണ്ട്, കൈത്താകൾ കൊടുക്കാൻ നമുക്ക് പ്രമാണമുണ്ട്. നമ്മൾ ആരെങ്കിലും ആണെന്ന് നമുക്ക് ഒരിക്കലും തോന്നിപ്പോകരുത്. നമ്മൾ ആരെങ്കിലും ആണെന്ന് നമുക്ക് തോന്നിപ്പോകരുത്. അപകടമ അപകടമ അപകടമ. ദൈവത്തിന്റെ വചനം പറയുന്നു, ഗർഭിയോ അവൻ ദൂരത്ത് നിന്ന് അറിയുന്നു. ആറ്റിറ്റ്യൂഡ് മാറട്ടെ, നമ്മുടെ സ്വഭാവം മാറട്ടെ. ശുശ്രൂഷിക്കാനുള്ളൊരു മനസ്സ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകട്ടെ. എന്താ ദൈവത്തിന്റെ വചനം പറയുന്നത്? യെശയ്യാപ്രവചനം 57 അധ്യായം അതിന്റെ 15 വാക്യം. യെശയ്യാപ്രവചനം 57 അധ്യായം അതിന്റെ 15 വാക്യം ഒന്ന് വായിച്ചാല്.
ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും പരിശുദ്ധനെന്ന നാമമുള്ളവനുമായവൻ ഇപ്രകാരം പരിശുദ്ധനെന്ന നാമം ഉള്ളവൻ ആമേൻ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു. ഞാൻ ഉന്നതനും പരിശുദ്ധനുമായി വസിക്കുന്നു. താഴ്മയുള്ളവരുടെ മനസ്സിനും ശ്രദ്ധിക്കുക, താഴ്മയുള്ളവരുടെ മനസ്സിനും മനസ്താപമുള്ളവരുടെ ഹൃദയത്തിനും ചൈതന്യം വരുത്തുവാൻ മനസ്താപവും ശ്രദ്ധിക്കുക, മനസ്താപവും മനോവിനയമുള്ളവരോട് കൂടെയും വസിക്കുന്നു. സ്തോത്രം കുറഞ്ഞാലും എനിക്ക് സങ്കടമൊന്നുമില്ല. ആരെല്ലാം കൂട്ടുകാരുണ്ടായിട്ടും കാര്യമില്ല. കർത്താവ് കൂടിയില്ലെങ്കിൽ, കർത്താവിന്റെ കൂടിയില്ലെങ്കിൽ കഥയില്ല. എനിക്കറിയാം ദൈവത്തിന്റെ ആത്മാവി പകൽ വേണം ഇങ്ങനെ ഈ സഭയിൽ സംസാരിക്കണമെങ്കിൽ, ഈ ദൂത് നമുക്ക് ഈ പകൽവേളയിൽ ദൈവം നമുക്ക് നൽകി തരുന്നുവെങ്കിൽ നാം മനസ്സിലാക്കുക, ദൈവം ആരോടൊപ്പമോ വസിക്കുന്നത്. മനസ്താപവും മനോവിനയമുള്ളവരോട് കൂടെ കർത്താവ് വസിക്കുന്നു. നമ്മളെങ്ങനെയാ? നമുക്കൊരിക്കലും നമുക്ക് തോന്നിപ്പോകും ഞാനെന്നുള്ള ഭാവം ഒന്നുമില്ലെന്ന് നമ്മളൊന്നുമില്ലെന്ന് ദൈവത്തിന്റെ വചനം എന്താ പറയുന്നത്? ഏത് മനുഷ്യനെ ഉറച്ചു നിന്ന വിശ്വാസമാണ്. അതിന് രാജാവ് എന്നുള്ള പ്രത്യേകതയില്ല, അതിന് പ്രധാനമന്ത്രി എന്നുള്ള പ്രത്യേകതയില്ല, ധനമുള്ളവൻ എന്നുള്ള പ്രത്യേകതയില്ല, അധികാരമുള്ളവൻ എന്നുള്ള പ്രത്യേകതയില്ല. ഏതൊരു മനുഷ്യനും ഉറച്ചു നിന്നാൽ വിശ്വാസമാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ കൂട്ടായ്മയിൽ തന്നെ ഒരു സഹോദരൻ എന്നോട് പറഞ്ഞ കാര്യം ഓർക്കുക. മുകളിലത്തെ വാർഡിൽ പോകും, ടെസ്റ്റ് ചെയ്യും, കാര്യങ്ങൾ നിരീക്ഷിക്കും, താഴെ വന്ന് അത് കമ്പ്യൂട്ടറിൽ ആഡ് ചെയ്യും, തിരിച്ച് അടുത്ത പേഷ്യന്റിനെ കാണാൻ വേണ്ടിയിട്ട് മുകളിൽ ചെല്ലുമ്പോഴേക്കും ആദ്യം ടെസ്റ്റ് ചെയ്ത ആൾ അവിടെ കാണത്തില്ല. അവർ പാക്ക് ചെയ്തു, അവർ പൊതിഞ്ഞു കഴിഞ്ഞു. മനസ്സിലായോ? എത്രയോ പേർ കഴിവുള്ളവർ, പഠിപ്പുള്ളവർ, മിടുക്കരായവർ, സാമർഥ്യമുള്ളവർ, വാക്ചാതുര്യമുള്ളവർ നിമിഷ നേരം കൊണ്ട് അസ്തമിക്കുമ്പോ മനസ്സിലാക്കുക, അഭിമാനിക്കാൻ നമുക്കൊന്നുമില്ല, നിഗളിപ്പാൻ നമുക്കൊന്നുമില്ല, ഉന്നത ഭാവത്തോടെ പെരുമാറാൻ നമുക്കൊന്നുമില്ല. എന്തെങ്കിലും നമുക്ക് പറയാനുണ്ടെങ്കിൽ ദൈവകൃപ, ദൈവത്തിന്റെ അത്ഭുതം എന്നല്ലാതെ ഒരു വാക്ക് നമുക്ക് പറയാനില്ല. മനസ്സിലാക്കുക, ദൈവത്തിന്റെ സാന്നിധ്യം നമ്മോടൊപ്പം വസിക്കണമോ? ദൈവം നമ്മോടൊപ്പം വസിക്കണമോ? മനോ വിനയമുള്ളവരോട് കൂടെ അവൻ എന്ത് ചെയ്യുന്നു? വസിക്കുന്നു. ഒരു വ്യക്തിയുടെ പക്വതയുടെ ലക്ഷണം എന്ന് പറയുന്നത് പ്രായമല്ല. മറന്നുപോകരുത്. ഒരു വ്യക്തിയുടെ പക്വതയുടെ ലക്ഷണം എന്ന് പറയുന്നത് പ്രായമല്ല, അവന് താഴ്മയാണ്. ഒരു വ്യക്തിത്വം പക്വതയുള്ള വ്യക്തിത്വമാണോ, ആ വ്യക്തിത്വത്തിൽ എന്ത് പ്രകടമായിരിക്കും? താഴ്മ പ്രകടമായിരിക്കും. കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുൻപ് ഞാനൊരു അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം കേൾക്കാനിടയായിരുന്നു. ആ സന്ദേശത്തിലെ ചില ഭാഗങ്ങൾ കൂടെ ഞാൻ ഇതിനകത്ത് നിങ്ങളോട് പങ്കുവെച്ചുകൊണ്ടിരിക്കുക.
എന്റെ ജീവിതത്തിൽ വലിയൊരു പരിവർത്തനം വരുത്തിയൊരു സന്ദേശം. അതിനകത്ത് ആ ദൈവം ശുശ്രൂഷിച്ച കർത്തൃദാസൻ പങ്കുവച്ച ഒരു കാര്യം എന്നെ അത്ഭുതപ്പെടുത്തി. അദ്ദേഹം പങ്കുവച്ചത് അപ്പോസ്തലനായ പൗലോസിനെ കുറിച്ചാണ്. താൻ ഇങ്ങനെ പറഞ്ഞു, അപ്പോസ്തലനായ പൗലോസിന്റെ ലേഖനങ്ങൾ എടുത്ത് പഠിച്ചു വരുമ്പോൾ താൻ ആദ്യം എഴുതിയ ലേഖനങ്ങളിൽ നിന്നും അവസാനം എഴുതുന്ന ലേഖനങ്ങളിൽ തന്റെ ഭാഷാ ശൈലി തന്നെ മാറിയെന്ന് പറഞ്ഞു. നമ്മൾ വായിച്ചു നോക്കുമ്പോൾ അത് ശരിയുമാണ്. വേദപണ്ഡിതന്മാരുടെ അഭിപ്രായം അനുസരിച്ച് താൻ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നതിന് ഏകദേശം 10 വർഷം മുൻപ് താൻ എഴുതിയ ലേഖനമാണ് കുരിന്ത്യ ലേഖനം. ഏകദേശം 10 വർഷം. 1 കൊരിന്ത്യർ 15-ാം അധ്യായം അതിൽ 9-ാമത്തെ വാക്യത്തിൽ ആ ലേഖനം എഴുതുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് ഉപയോഗിക്കുന്ന ചില പദപ്രയോഗങ്ങളുണ്ട്. 1 കൊരിന്ത്യർ 15-ാം അധ്യായം അതിൽ 9-ാമത്തെ വാക്യം, ഞാൻ അപ്പോസ്തലന്മാരിൽ ഏറ്റവും ചെറിയവൻ. അപ്പോസ്തലന്മാരിൽ ഏറ്റവും ചെറിയവൻ. താൻ അഭിസംബോധന ചെയ്യുന്നത് എങ്ങനെയാ? താൻ അപ്പോസ്തലന്മാരിൽ ഏറ്റവും ചെറിയവൻ. മതി, അത് മാത്രം ഒന്ന് പറഞ്ഞു വിടുകയാണ്. അടുത്തത്, തന്റെ മരണത്തിന് 3 വർഷം മുമ്പ് താൻ എഴുതിയ ലേഖനമായിട്ടാണ് എഫേസ്യ ലേഖനത്തെ കാണുവാൻ കഴിയുന്നത്. ആ ലേഖനം എഴുതുമ്പോൾ ഒരുപക്ഷെ ഇതൊക്കെ ഡേറ്റിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ മാറ്റങ്ങൾ വന്നേക്കാം. വേദപണ്ഡിതന്മാരുടെ ചില അഭിപ്രായം ഞാൻ പറയുന്നുള്ളൂ. എഫേസ്യ ലേഖനം 3-ാം അധ്യായം 8-ാമത്തെ വാക്യം എന്ന് വായിച്ചാൽ 3 വർഷം മുമ്പ് താൻ ഈ ലോകത്തിൽ മാറ്റപ്പെടുന്നത് 3 വർഷം മുമ്പ് എഴുതിയ ലേഖനം. സകല വിശുദ്ധന്മാരിലും. ഇപ്പോൾ അപ്പോസ്തലന്മാർ എന്നുള്ള പദം അങ്ങോട്ട് മാറ്റിയിട്ട് അവിടെ ആരാക്കി? സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവൻ. ആദ്യമേ അപ്പോസ്തലന്മാരിൽ ഏറ്റവും ചെറിയവൻ. താൻ എത്രത്തോളം പക്വത പ്രാപിക്കുന്നുവോ അതനുസരിച്ച് തനിക്ക് മാറ്റം വരികയാണ്. അപ്പോസ്തലന്മാരിൽ ഏറ്റവും ചെറിയവനായ പൗലോസ് ഇപ്പോൾ ആരായി? വിശുദ്ധന്മാരിൽ ഏറ്റവും ചെറിയവനായി. അടുത്തത്, തന്റെ മരണത്തിന് 1 വർഷം മുൻപ് എഴുതിയ തിമോഥെയോസിന്റെ ലേഖനം വായിക്കുമ്പോൾ 1 തിമോഥെയോസ് 1-ാം അധ്യായം അതിലെ 15-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് എന്താ പറയുന്നത്? 1 തിമോഥെയോസ് 1-ാം അധ്യായം അതിലെ 15-ാമത്തെ വാക്യം, ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം തന്നെ. എല്ലാവർക്കും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം തന്നെ. ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. ഈ സന്ദേശം നിങ്ങൾക്ക് മനസ്സിലാന്ന് ഞാൻ കരുതുക. എവിടെങ്കിലും അറിയാതെ എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പോലും അതെല്ലാം മാറ്റി ദൈവവചനത്തിന് വെളിപ്പാട് കിട്ടിയപ്പോൾ, ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം കിട്ടിയപ്പോൾ, താൻ ആരാണെന്നുള്ള തിരിച്ചറിവ് തനിക്ക് വന്നപ്പോൾ താൻ ഇറങ്ങിയ താഴേക്ക് 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 താഴെ ദൈവവചനത്തിന്റെ വെളിപ്പാടുകൾ നമുക്ക് ലഭിക്കുമ്പോൾ, നാം ആരാണെന്നുള്ള കാഴ്ചപ്പാട് നമുക്ക് ലഭിക്കുമ്പോൾ, തമ്പുരാന്റെ മുന്നിൽ നമ്മെ തന്നെ ശോധന ചെയ്യുമ്പോൾ, ആരുടെ നിർബന്ധമില്ലാതെ നമ്മുടെ ഉള്ളിൽ സംജാതമാകുന്ന ഏറ്റവും വിശിഷ്ട സ്വഭാവ ഗുണമാണ് താഴ്മ എന്ന് പറയുന്നത്. താഴ്മ എന്ന് പറയുന്നത്. ദൈവം കൂടെ വസിക്കണമോ? താഴ്മയില്ലാതെ കഴിയുകയില്ല. ദൈവസഭയിൽ ഉന്നതനെന്നോ താണവനോ ഇല്ല. അതാണ് നമ്മൾ ആധാരമായി പഠിച്ചു കൊണ്ടിരിക്കുന്നത്. താഴ്മയോടെ വിനയത്തോടെ ജീവിക്കുമ്പോൾ അവരിൽ ദൈവം പ്രസാദിക്കും. അതെ, 138-ാം സങ്കീർത്തനം അതിൽ 6-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിച്ചുവല്ലോ. എന്താണ് അവിടെ വായിച്ചത്? യഹോവ ഉന്നതരെങ്കിലും താഴ്മയുള്ളവനെ കടാക്ഷിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ഇന്നിവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഈ ദൂതൻഭാഗം നമ്മെ ഒന്ന് താഴ്ത്തി സമർപ്പിക്കാമല്ലേ? നമുക്ക് എല്ലാവർക്കും ആധാരസ്ഥാനം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ ചിന്താഗതികൾക്ക് ഒരു മാറ്റം ഉണ്ടാകട്ടെ.
നമ്മുടെ നിങ്ങളഭാവത്തിനൊരു മാറ്റം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ഒരു പുതുക്കം നമുക്കുണ്ടാകട്ടെ. ദൈവത്തിന്റെ വചനം ദൈവസഭയിൽ നാം എങ്ങനെ ആയിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവോ അതേ കാഴ്ചപ്പാടിലേക്ക് നമ്മുടെ ഹൃദയം ഒന്ന് വരട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് തന്നെ അഭിസംബോധന ചെയ്യുമ്പോൾ ഞാൻ ദാസനാണ്, ശുശ്രൂഷിക്കാനുള്ളൊരു മനസ്സ്, മറ്റുള്ളവരെ സഹായിക്കാനുള്ളൊരു മനസ്സ്, ഒരു സർവന്റ്, ഒരു ദാസൻ. ആ കാഴ്ചപ്പാടാണ് നമ്മെ വലിയതാക്കുന്നത്. നമുക്ക് ഉയരണമെന്ന് ആഗ്രഹമുണ്ടോ? നമുക്ക് വളരണമെന്ന് ആഗ്രഹമുണ്ടോ? ദൈവസന്നിധാനത്തിൽ ഉന്നതരാകണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ടോ? താഴാൻ നമുക്ക് കഴിയട്ടെ, താഴാൻ നമുക്ക് കഴിയട്ടെ, താഴാൻ നമുക്ക് കഴിയട്ടെ, താഴാൻ നമുക്ക് കഴിയട്ടെ. നമ്മുടെ തെറ്റുകൾ ദൈവസ്ഥ നേരിട്ട് പറയട്ടെ. ഈ പകൽ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മോടൊപ്പം വസിപ്പാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ സാന്നിധ്യം നമ്മോടൊപ്പം വസിപ്പാൻ ആഗ്രഹിക്കുന്നു. മണിക്കൂറുകൾ ആരാധിക്കുന്നതല്ല, അനേക തൈല നദികളെ ഒഴുക്കി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിലല്ല, ആയിരക്കണക്കിന് മൃഗങ്ങളെ യാഗമായി അർപ്പിക്കുന്നതിലുമല്ല. താഴ്മയുള്ള മനോഭാവം കൊണ്ടോ അവരുടെ ആരാധനയിൽ സ്വർഗത്തിൽ ദൈവം പ്രസാദിക്കും, അവരുടെ ജീവിതത്തിൽ ദൈവം പ്രസാദിക്കും. നമ്മുടെ സ്വഭാവങ്ങളൊന്നും മാറട്ടെ. ഒന്നേറ്റ് പറഞ്ഞിട്ട് ദൈവസന്നിധാനത്തിൽ ഈ പകലുള്ള ദൈവത്തിന്റെ ആത്മാവിനെ തൊടാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ദൈവം നമ്മെ നിറയ്ക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ഉന്നത ചിന്താഗതികൾ, നികള ഹൃദയങ്ങൾ എല്ലാം മാറ്റി 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 ഈ പകലുള്ള ദൈവസന്നിധിയിൽ കരഞ്ഞാണ്ട് അപ്പാ എന്നെ സമർപ്പിക്കുന്നു, മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്നവരെ എന്നെ സമർപ്പിക്കുന്നു. ഓ ഹാലേ, മറ്റുള്ളവരെ വിലയേറിയതായി കാണുവാൻ മനസ്സിനെ എന്നെ സമർപ്പിക്കുന്നു. എന്റെ കുറവുകളെ കണക്കിടുന്നത് എന്ന് നമുക്ക് എത്ര പേർക്ക് ഈ പകലുള്ള ദിവസം കരയാൻ കഴിയും. ഏൽപ്പിച്ചു കൊടുത്താട്ടെ, നമുക്ക് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരണമോ? ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരണമോ? ദൈവം കൂടെ വസിക്കണമോ? ദൈവത്തിന്റെ കടാക്ഷം നമുക്ക് ഉണ്ടാകണമോ? നമ്മുടെ ജീവിതത്തിൽ താഴ്മയുണ്ടെങ്കിൽ മാത്രമേ മതിയാകൂ. വിനയ മനോഭാവം നമ്മൾ ഉണ്ടാകട്ടെ. ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ, നമ്മുടെ തെറ്റുകൾ ഏൽപ്പിച്ചു കൊടുത്താട്ടെ. പലപ്പോഴും അറിയാതെ നിങ്ങൾ ചിന്തകളിൽ നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ട്. അതെല്ലാം ദൈവസന്ദേശം പറഞ്ഞാട്ടെ. സമ്പൂർണ്ണമായി സമർപ്പിച്ചാണ്, സമ്പൂർണ്ണമായി സമർപ്പിച്ചാണ്, സമ്പൂർണ്ണമായി സമർപ്പിച്ചാണ്. ഈ പകൽവേളയിൽ നമ്മുടെ കൂട്ടായ്മയുടെ മീതെ ദൈവത്തിന്റെ സാന്നിധ്യം എഴുതേണ്ടി വരും. സംശയമില്ല, സംശയമില്ല. പക്ഷേ ഒരു കാര്യം ദൈവങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കണം. നമ്മെ തന്നെ വിധേയപ്പെടുത്തണം, നമ്മെ തന്നെ വിനയപ്പെടുത്തണം. മറ്റുള്ളവരോട് തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, മറ്റുള്ളവരോട് കോപം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് വിട്ടുകളയണം. ക്ഷമിപ്പാനും തയ്യാറാകണം, താഴാനും തയ്യാറാകണം, അശുദ്ധിയെ വിട്ടുകളയണം. മറ്റുള്ളവരുടെ മുൻപാകെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഒരു താഴാൻ നമുക്ക് മനസ്സുണ്ടാകണം. മറ്റുള്ളവരോട് ക്ഷമിപ്പാൻ നമുക്ക് മനസ്സുണ്ടാകണം. നാം വിധേയപ്പെടാൻ തയ്യാറാണോ? ദൈവം നമ്മുടെ കൂടെ വസിക്കും. ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ വസിക്കും. ഏൽപ്പിച്ചു കൊടുത്താട്ടെ, സമ്പൂർണ്ണമായി താഴ്ത്തി സമർപ്പിച്ചാട്ടെ. ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ മഹത്വം നമുക്ക് ദർശിക്കണമോ? നമ്മെ തന്നെ താഴ്ത്തി സമർപ്പിക്കാം. അപ്പൊ അങ്ങയുടെ തിരുപ്പാതപടത്തിൽ ഞങ്ങളിതാ താഴ്ത്തി സമർപ്പിക്കാം. ഞങ്ങളെല്ലാം കുറവുകളുള്ളവരാണ്. പലപ്പോഴും നിങ്ങളുടെ ചിന്താഗതികൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടാകും. പലപ്പോഴും അപക്വമായ നിലപാടുകൾ ഞങ്ങൾ എടുത്തപ്പോൾ, അപക്വമായ ജീവിതം ഞങ്ങൾ നയിച്ചപ്പോൾ, എന്നാൽ പക്വതയുള്ള ജീവിതത്തിന്റെ പ്രത്യക്ഷ ലക്ഷണമാണ് താഴ്മ. ഞങ്ങളുടെ വചനം ഞങ്ങളെ പഠിപ്പിച്ചത് ഓർത്ത് സ്തോത്രം. ഞങ്ങളെ വിധേയപ്പെടുത്തുന്നപ്പോ ഇറങ്ങി വരുമാനാകണമേ. അങ്ങ് ഞങ്ങളോട് ക്ഷമിക്കുന്നവരാകണമേ. മറ്റുള്ളവരെ വേണ്ടി ശുശ്രൂഷിപ്പാൻ, മറ്റുള്ളവരെ ശുശ്രൂഷിപ്പാൻ, മറ്റുള്ളവർക്ക് വേണ്ടി കരുതുവാൻ, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ, മറ്റുള്ളവരെ സഹായിപ്പാൻ ഞങ്ങളെ ഏൽപ്പിക്കുന്നപ്പ നിങ്ങളുടെ വചനപ്രകാരം ഞങ്ങളുടെ ജീവിതങ്ങളെ താഴ്ത്തി സമർപ്പിക്കുന്നു. അങ്ങ് ആ പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. മഹത്വം അങ്ങേക്ക്. നമ്മുടെ തിരുസാന്നിധ്യ നിറവിൽ ഞങ്ങളെ ഇരുത്തിയാലും തുടർന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചാലും നദാ മനോവിനയമുള്ളവരോടൊപ്പം വസിക്കുന്ന ദൈവത്തിന്റെ വലിയ സാന്നിധ്യം ഈ പകൽവേളയിൽ ഞങ്ങളുടെ നടുവിലേക്ക് ഇറങ്ങി വരുമാണ്.